ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട പലഹാരമായിട്ടുള്ള ചായക്കട സ്പെഷ്യൽ ബോണ്ടയാണ്. നല്ല മഴ പെയ്യുമ്പം ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. പുറമേ നല്ല മൊരിഞ്ഞതും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ഏകദേശം ഒരു 2 നുള്ളു കാണും, അത്രേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങ ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വഴറ്റിയതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മണത്തിനാവശ്യമായി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർക്കുന്ന ബേക്കിംഗ് സോഡ കൂടി പോവരുത്. ഗോതമ്പ് പൊടി മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാവിലേക്ക് ചേർക്കാനായി ഞാനിവിടെ 3 ചെറുപഴം എടുത്തു വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 ചെറുപഴം ധാരാളം മതിയാവും. മധുരത്തിനാവശ്യമായി ഞാനിവിടെ ശർക്കര ഉരുക്കിയതാണ് എടുത്തിരിക്കുന്നത്. അളവ് പറയുകയാണെങ്കിൽ ഇതൊരു 1/4 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് ശർക്കര നല്ല മധുരമായിരിക്കും. ഇനി നമ്മൾക്ക് പഴം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പഴം ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും പഴക്കൂട്ടെത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1/4 കപ്പ് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇതുപോലെ ഡാർക്ക് കളർ ആയിരിക്കുന്നത്. ശർക്കരയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആക്കാനുണ്ട്. ഒരുപാട് ലൂസ് അല്ല, എന്നാലും കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് കൂടി പോവരുത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും നോക്കി മാത്രം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോവരുത്. രണ്ടാമതും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പം നല്ല ലൂസായിട്ട് വിട്ട് വരുന്ന രീതിയിൽ വേണം മാവിരിക്കേണ്ടത്. ആ ഒരു പരുവം വരെ നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ബോണ്ടയ്ക്കുള്ള മാവ് ഞാൻ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് മാവിരിക്കേണ്ടത്. ഇനി ഈ മാവ് അടച്ചു വെച്ച് നമ്മൾക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയം കൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയി വരും. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. മാവൊക്കെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഒരു ബൗൾ വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള മാവ് ഉരുട്ടിയെടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇടണം. അതിനുശേഷമാണ് ഓരോ ഉരുളകളായി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്.
കൈ വെള്ളത്തിൽ നനച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മൾക്ക് എണ്ണയിലേക്ക് ഇടാൻ പറ്റും. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് കരിയുകയും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിടുന്നത്. ഇത് എണ്ണയിലിട്ട് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഒന്ന് വലുതായി വരും. തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ബോണ്ടയെല്ലാം കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി ബോണ്ടകളും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും എണ്ണ നന്നായി ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷമാണ് മാവിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് പാകത്തിന് ഉള്ളിലും വെന്ത് കിട്ടുള്ളൂ. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലും മണത്തിലുമുള്ള ബോണ്ട വളരെ പെട്ടെന്ന് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ ഈ 4 മണി പലഹാരം ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.